ഹലോ എവരി വൺ, വെൽക്കം ടു ലെസൺ ലൈഫ്. അപ്പം ഞാൻ ഇന്ന് 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള എ ലോങ് വാക്ക് വിത്ത് ഗ്രാനിയുടെ പാർട്ട് 2 ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. പാർട്ട് 1 ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കണേ. അപ്പോൾ പാർട്ട് 1ൽ നമ്മൾ മണിയും ഗ്രാനിയും മസൂരിയിലേക്ക് ഐ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യാത്ര തിരിച്ചിട്ടുള്ള സന്ദർഭത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി നമുക്ക് ബാക്കി നോക്കാം. മണി ക്യാരിഡ് എ സ്മോൾ ബെഡിങ് റോൾ ഓൺ ഹിസ് ഷോൾഡേഴ്സ്. അപ്പോൾ മണി അവൻ്റെ ഷോൾഡറിൽ ഒരു ചെറിയ ബെഡിങ് റോൾ കൊണ്ടുപോകുന്നുണ്ട്. ഗ്രാനി ക്യാരിഡ് എ ലാർജ് ക്ലോത്ത് ഷോപ്പിംഗ് ബാഗ് ആൻഡ് എൻ അംബ്രല. ഗ്രാനി ആകട്ടെ ഒരു ഷോപ്പിംഗ് ബാഗും അതുപോലെ ഒരു കുടയും എടുത്തിട്ടുണ്ട്. വെന്നെവർ യു ഫീൽ ടയേർഡ് വി വിൽ ടേക്ക് റെസ്റ്റ് സെഡ് മണി. അപ്പോൾ മണി ഗ്രാനിയോട് പറഞ്ഞു, നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾ ടയേർഡ് ആവുന്നത്, എപ്പോൾ ക്ഷീണിക്കുന്നത്, അപ്പോൾ നമുക്ക് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു. We have only just started out, said Granny. നമ്മളിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഗ്രാനി പറഞ്ഞു. We will rest when you are hungry. അപ്പോൾ ഗ്രാനി പറയുന്നത് മണിക്ക് വിശക്കുന്നപ്പോൾ അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാം. They walked at a steady pace without talking too much. അപ്പോൾ അവർ അധികം സംസാരിക്കാതെ വേഗത്തിൽ നടന്നു. A flock of parrots whirled overhead. ഒരു കൂട്ടം പാരറ്റ്സ് എന്ന് വെച്ചാൽ തത്തകൾ അവരുടെ തലയ്ക്ക് ചുറ്റും ഇങ്ങനെ പറന്നു നടക്കുന്നുണ്ട്. ഫ്ലാഷസ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ അഗെയിൻസ്റ്റ് സോംബർ സ്കൈ. സോംബർ എന്ന് പറയുന്നത് ശാന്തമായ, സ്കൈ ആകാശം. അപ്പോൾ ശാന്തമായ ആകാശത്തിൽ ഇവരുടെ പച്ചയും ചുവപ്പും ലൈറ്റുകൾ ഇങ്ങനെ ഫ്ലാഷ് അടിക്കുന്നുണ്ട്. There were no other sounds except for the hiss and gentle patter of the rain. അപ്പോൾ അവിടെ വേറെ സൗണ്ടുകളൊന്നുമില്ല, കുറച്ച് മഴ ചാറുന്നതിൻ്റെ ചെറിയ സൗണ്ട് അല്ലാതെ മറ്റ് സൗണ്ടുകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. മണി സ്റ്റോപ്പ് ടു പിക്ക് വൈൽഡ് ബ്ലാക്ക്ബെറീസ് ഫ്രം എ ബുഷ്. അപ്പോൾ മണി ഒരു ബുഷിൽ നിന്ന് ബ്ലാക്ക്ബെറി പറിക്കേണ്ടിയിട്ട് സ്റ്റോപ്പ് ചെയ്തു. ഗ്രാനി വാസ് ഇറ്റ് ഫോണ്ട് ഓഫ് ബെറീസ് ആൻഡ് ഡിഡ് നോട്ട് സ്ലാക്കൻ ഹെർ പീസ്. ഗ്രാനിക്ക് ബെറീസിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അവരതിനായി നിന്നില്ല. മണി ഹാഡ് ടു റൺ ടു ക്യാച്ച് അപ്പ് വിത്ത് ഹെർ. അപ്പോൾ ഗ്രാനി മുന്നേ നടന്നു പോയത് കൊണ്ട് മണി ഗ്രാനിയുടെ ഒരുമിച്ചെത്താൻ വേണ്ടി ഓടുകയായിരുന്നു. സൂൺ ഹിസ് ലിപ്സ് വർ പേർപ്പിൾ വിത്ത് ദ ജ്യൂസ് ഫ്രം ദ ബെറീസ് കഴിച്ചുകൊണ്ട് തന്നെ അവൻ്റെ മണിയുടെ ലിപ്സ് പർപ്പിൾ കളർ ആയിട്ടുണ്ടായിരുന്നു. ദ റെയിൻ സ്റ്റോപ്ഡ് ആൻഡ് ദ സൺ കെയിം ഔട്ട്. അപ്പം അപ്പോഴേക്കും മഴ നിന്നു, സൂര്യൻ വരാൻ തുടങ്ങി. Below them, the light green of the fields stood out against the dark green of the forest. മഴ നിന്നു, അപ്പോഴേക്കും വെയിൽ വരാൻ തുടങ്ങി. ആ വെയിലിന് ആകാശത്തിലുള്ള ആ വെയിലിന് താഴെ പച്ച കളറിൽ പുതപ്പ് വിരിച്ച പോലെ ഫീൽഡുകൾ എന്ന് വെച്ചാൽ പാടങ്ങളും അതുപോലെ തന്നെ ഡാർക്ക് ഗ്രീൻ കളറുള്ള കാടുകൾ, ഫോറസ്റ്റും അതുപോലെ ഹിൽസ് ആണെങ്കിൽ ഗോൾഡൻ സൺഷൈനിൽ നിൽക്കുകയാണ്. കാരണം സൂര്യൻ്റെ വെയിലേറ്റിട്ട് ഗോൾഡൻ കളറായിട്ടാണ് നമ്മുടെ ഹിൽസൊക്കെ മലകളൊക്കെ നിൽക്കുന്നത്. മണി റാൻ അഹെഡ്. മണി വേഗം ഗ്രാനിയുടെ അടുത്തേക്ക് ഓടി. ക്യാൻ യു സീ ഓൾ റൈറ്റ് ഗ്രാനി? നിങ്ങൾക്കൊക്കെ കാണാൻ കഴിയുന്നില്ലേ? ഐ ക്യാൻ സീ ദ പാത്ത് ആൻഡ് ഐ ക്യാൻ സീ യുവർ വൈറ്റ് ഷർട്ട്. ദാറ്റ്സ് ഇനഫ് ഫോർ ജസ്റ്റ് നൗ. എനിക്ക് എൻ്റെ വഴിയും കാണാൻ പറ്റുന്നുണ്ട്, അതുപോലെ നിൻ്റെ വൈറ്റ് ഷർട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോഴത്തേക്ക് ഈ കാഴ്ചയൊക്കെ മതി എന്ന് ഗ്രാനി പറഞ്ഞു. ഗ്രാനി ആൻഡ് മണി എയ്റ്റ് ദർ ലൈറ്റ് മീൽ ഓൺ ദ റോഡ് സൈഡ്. അപ്പോൾ റോഡ് സൈഡിൽ നിന്നും അവർ ലൈറ്റായിട്ട് ഭക്ഷണം കഴിച്ചു. ഇൻ ദ ഷെയ്ഡ് ഓഫ് എ വിസ്പറിംഗ് പൈൻ ആൻഡ് ഡ്രാങ്ക് ഫ്രം എ സ്പ്രിംഗ്. അപ്പോൾ അവർ ഭക്ഷണം കഴിച്ചത് ഒരു പൈനിൻ്റെ ഷെയ്ഡിൽ നിന്നാണ്, തണയിൽ നിന്നും. അതുപോലെ തന്നെ അവിടെ സ്പ്രിംഗ് ഉണ്ടായിരുന്നു. സ്പ്രിംഗ് എന്ന് വെച്ചാൽ അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കുകയും ചെയ്തു. ബൈ ലേറ്റ് ആഫ്റ്റർനൂൺ ദേ വർ ഡയറക്റ്റ്ലി എബോവ് നെയിൻ. അങ്ങനെ വൈകുന്നേരം അവർ മസൂരിയിലേക്ക് യാത്ര തിരിച്ചു. വി ആർ ഓൾമോസ്റ്റ് ദർ സെഡ് മണി. നമ്മൾ ഏകദേശം അവിടെ എത്താനായി, മണി പറഞ്ഞു. ഐ ക്യാൻ സി ദ ടെമ്പിൾ നിയർ അങ്കിൾസ് ഹൗസ്. അങ്കിൾസിൻ്റെ വീടിനടുത്തുള്ള ടെമ്പിൾ എനിക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് മണി പറഞ്ഞു. ഐ കാൺട്ട് സീ എ തിങ് സെഡ് ഗ്രാനി. എനിക്ക് കാണാൻ പറ്റുന്നില്ല, ഗ്രാനി പറഞ്ഞു. ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദ മിസ്റ്റ്. ദർ ഇസ് എ തിക്ക് മിസ്റ്റ് കമ്മിങ് അപ്പ് ദ വാലി. അപ്പോൾ മണി പറയുകയാണ്, അത് ഇവിടെ മിസ്റ്റ് ഉണ്ട്, അതായത് മൂടൽ മഞ്ഞുള്ളത് കൊണ്ടാണ് ഗ്രാനിക്കൊന്നും കാണാത്തത്. തിക്കായിട്ടുള്ള മിസ്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. It began raining heavily as they entered the small market town on the banks of the river. അപ്പോൾ റിവറിൻ്റെ തീരത്തുള്ള ചെറിയ മാർക്കറ്റിലേക്ക് എത്തുമ്പോഴത്തേക്ക് അവിടെ മഴ പെയ്യാൻ തുടങ്ങി. ഗ്രാനീസ് അംബ്രല വാസ് ലീക്കിംഗ് ബാഡ്ലി. ഗ്രാനിയുടെ കുടയാകട്ടെ അതിന് നല്ല ഓട്ടയൊക്കെ വന്നിട്ട് അതിന് ലീക്കേജ് ഉണ്ട്. ബട്ട് ദേ വർ സൂൺ ഡ്രൈയിങ് ദംസെൽഫ് ഇൻ അങ്കിൾസ് ഹൗസ് ആൻഡ് ഡ്രിങ്കിങ് ഗ്ലാസസ് ഓഫ് ഹോട്ട് സ്വീറ്റ് മിൽക്കി ടീ. പക്ഷെ അപ്പോഴത്തേക്കും അവർ അങ്കിളിൻ്റെ ഹൗസിൽ പോയി നല്ല മിൽക്കി ആയിട്ടുള്ള ചായയൊക്കെ കുടിച്ചിരിക്കുമായിരുന്നു.
Money got up early the next morning and ran down the narrow street to bath in the river. അപ്പോൾ മണി അടുത്ത ദിവസം രാവിലെ എണീച്ചിട്ട് അടുത്തുള്ള പുഴയിലേക്ക് കുളിക്കാൻ വേണ്ടി ഓടിപ്പോയി. As Money dressed, he heard the blare of a bus horn. അപ്പോൾ മണി കുളിച്ച് ഡ്രസ്സൊക്കെ ചെയ്യുന്ന സമയത്ത് ബസ്സിൻ്റെ മുഴക്കം കേട്ടു. There was only one bus to Mussoorie. അപ്പോൾ മസൂരിയിലേക്ക് ഒറ്റൊരു ബസ്സാണുള്ളൂ. ആ ബസ്സിൻ്റെ ശബ്ദമാണ് കേട്ടത്. He scampered up the slope, wondering if they had missed it. അപ്പോൾ അവനിക്ക് ആകാംക്ഷ തോന്നി ഇനിയിപ്പോൾ ഈ ബസ് നമുക്ക് മിസ്സാവുമോ എന്നുള്ളത്. ബട്ട് ഗ്രാനി വാസ് വെയിറ്റിംഗ് ഫോർ ഹിം അറ്റ് ദ ബസ് സ്റ്റോപ്പ്. എന്നാൽ ഗ്രാനി ആകട്ടെ നേരത്തെ പോയി ബസ് സ്റ്റോപ്പിൽ അവന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഷീ ഹാഡ് ഓൾറെഡി ബോട്ട് ദ ടിക്കറ്റ്സ്. അവരുടെ ടിക്കറ്റ് വരെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. The bus was old and rickety and rattled so much that the passengers could barely hear themselves speaking. ഇവിടെ നമുക്ക് കുറച്ച് ന്യൂ വേർഡ്സ് കാണാം. റിക്കറ്റി എന്ന് പറയുന്നത് പൊളിഞ്ഞു വീഴാറായ എന്നതാണ് മീനിങ്. അതുപോലെ റാറ്റിൽഡ് എന്ന് പറയുന്നത് ചിലമ്പൽ, ചിതലൊക്കെ പിടിച്ചത്. മണിയും ഗ്രേനിയും ടിക്കറ്റൊക്കെ കൊടുത്ത് ബസ്സിൽ കയറി. അവർ കയറിയിരുന്ന ബസ്സാണെങ്കിൽ ഭയങ്കര മോശമായ ഒരു അവസ്ഥയായിരുന്നു അതിലുണ്ടായിരുന്നത്. അതൊരു പൊളിഞ്ഞു വീഴാറായ ചിതമ്പലൊക്കെ പിടിച്ച ഒരു ബസ്സായിരുന്നു. അതുകൊണ്ട് തന്നെ പാസഞ്ചേഴ്സ് സംസാരിക്കുന്നത് അവർക്ക് തന്നെ തിരിച്ച് കേൾക്കാമായിരുന്നു. ദ ഡ്രൈവർ ഡ്രോവ് അറ്റ് സം സ്പീഡ്. അപ്പോൾ ഡ്രൈവർ ഒരു മിതമായ സ്പീഡിലാണ് ഓടിച്ചിരുന്നത്. ആൻഡ് വെനെവർ ഹി വെന്റ് റൗണ്ട് എ ബെൻഡ്, എപ്പോഴെങ്കിലും ബസ് ഒരു വളവ് എടുത്താൽ എവ്രി വൺ ഇൻ ദ ബസ് വാസ് ത്രോൺ ഔട്ട്. ബസ്സിലുള്ള എല്ലാവരും തെറിച്ചു പോകുന്ന ഒരു മട്ടിലായിരുന്നു. ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദ നോയ്സ് ആൻഡ് കൺഫ്യൂഷൻ ഗ്രാനി ഫെൽ അസ്ലീപ്. അതിനിടയിലും ഗ്രാനി ഉറങ്ങിപ്പോയി. ഹർ ഹെഡ് റെസ്റ്റിംഗ് എഗെയിൻസ്റ്റ് മണീസ് ഷോൾഡർ. മണിയുടെ ഷോൾഡറിൽ കിടന്നിട്ടാണ് ഗ്രാനി ഉറങ്ങിപ്പോയത്. സഡൻലി ദ ബസ് കെയിം ടു എ ഗ്രൈൻഡിങ് ഹോൾട്ട്. പെട്ടെന്ന് ബസ് അങ്ങ് നിന്നു. ഗ്രൈൻഡിങ് ഹാൾട്ട് എന്ന് പറയുന്നത് നിലയ്ക്കുക എന്നതാണ് മീനിങ്. പീപ്പിൾ വർ ത്രോൺ ഫോർവേഡ് ഇൻ ദർ സീറ്റ്. ആളുകളൊക്കെ സീറ്റിൽ നിന്നും തെറിച്ചു വീഴാൻ തുടങ്ങി. വാട്ട്സ് ഹാപ്പനിങ്? എന്താ സംഭവിക്കുന്നത്? നോ, സംതിങ് ഈസ് ബ്ലോക്കിംഗ് ദ റോഡ്. എന്തോ റോഡ് ബ്ലോക്ക് ആയിട്ടുണ്ട്, മണി പറഞ്ഞു. ഇറ്റ്സ് എ ലാൻഡ് സ്ലൈഡ്. അത് മണ്ണിടിച്ചിലാണ്. എക്സ്ക്ലൈംഡ് സംവൺ. ആരോ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ആൻഡ് ഓൾ ദ പാസഞ്ചേഴ്സ് പുട്ട് ദർ ഹെഡ്സ് ഔട്ട് ഓഫ് ദ വിൻഡോസ് ടു ടേക്ക് എ ലുക്ക്. അപ്പോൾ അത് നോക്കാൻ വേണ്ടി എല്ലാവരും പാസഞ്ചേഴ്സൊക്കെ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കാൻ തുടങ്ങി. ഇറ്റ് വാസ് എ ബിഗ് ലാൻഡ് സ്ലൈഡ്. അത് വലിയൊരു മണ്ണിടിച്ചിലായിരുന്നു. എർത്ത്, ട്രീസ് ആൻഡ് ബുഷസ് ഹാഡ് ബീൻ വേ ആൻഡ് കം ക്രാഷിംഗ് ഡൗൺ, കംപ്ലീറ്റ്ലി ബ്ലോക്കിംഗ് ദ റോഡ്. അപ്പോൾ അതൊരു വലിയ മണ്ണിടിച്ചിലായിരുന്നു. മരങ്ങളും ബുഷസും ഒക്കെ റോഡിൽ വന്നടിയുന്നുണ്ടായിരുന്നു. നോർ വാസ് ഇറ്റ് ഓവർ യെറ്റ്. ഡെബ്രിസ് വാസ് സ്റ്റിൽ ഫോളിങ്. ഡെബ്രിസ് എന്ന് പറയുന്നത് ചെറിയ പാറക്കഷ്ണങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡെബ്രിസ് ഒക്കെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. മണി സോ റോക്സ് ഹേർട്ട്ലിംഗ് ഡൗൺ ദ ഹിൽ ആൻഡ് ടു ദ റിവർ. അപ്പോൾ പുഴയിലേക്ക് കുറേ റോക്കും പാറക്കഷ്ണങ്ങളും ഒക്കെ വീഴുന്നത് മണി കാണുന്നുണ്ട്. നോട്ട് എ സ്യൂട്ടബിൾ പ്ലേസ് ഫോർ എ ബസ് സ്റ്റോപ്പ് ഒബ്സർവ്ഡ് ഗ്രാനി. അപ്പോൾ ഗ്രാനി പറഞ്ഞു ഇത് ബസ് സ്റ്റോപ്പിന് പറ്റിയ ഒരു സ്ഥലമല്ല. ഹു കുഡിൻറ്റ് സീ എ തിങ്. അവർക്ക് മര്യാദയ്ക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. Even as she spoke, a shower of stones and small rocks came clattering down on the roof of the bus. അപ്പോൾ ഇങ്ങനെ ഗ്രാനി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കുറേ കൂട്ടം കല്ലുകളും പാറക്കഷ്ണങ്ങളും ഒക്കെ ബസ്സിൻ്റെ മേൽക്കൂരയിൽ വന്ന് വീണു. പാസഞ്ചേഴ്സ് ക്രൈഡ് ബട്ട് ഇൻ അലാംസ്. അപ്പോൾ പാസഞ്ചേഴ്സൊക്കെ എന്ന് നിലവിളിക്കാൻ തുടങ്ങി. ദ ഡ്രൈവർ ബിഗാൻ റിവേഴ്സിങ് ആസ് മോർ റോക്സ് കെയിം ക്രാഷിംഗ് ഡൗൺ. അപ്പോൾ കുറേ പാർക്കഷ്ണൊക്കെ വന്ന് വീഴുന്ന കണ്ടപ്പോൾ ഡ്രൈവർ എന്താക്കി, ബസ് വേഗം റിവേഴ്സ് എടുത്തു. ഐ നെവർ ഡിഡ് ട്രസ്റ്റ് മോട്ടോർ റോഡ്സ് സെഡ് ഗ്രാനി. ഞാൻ മോട്ടോർ റോഡ്സിനെ ഒരിക്കലും വിശ്വസിക്കില്ല, ഗ്രാനി പറഞ്ഞു. ദ ഡ്രൈവർ കെപ്റ്റ് ബാക്കിംഗ് അൺടിൽ ദേ വർ വെൽ അവേ ഫ്രം ദ ലാൻഡ് സ്ലൈഡ്. അവർ ആ മണ്ണിടിച്ചിൽ നിന്നും ഒരു സേഫായ ദൂരത്തെത്തുന്നവരെ ഡ്രൈവർ വണ്ടി എന്ത് ചെയ്തു, ബാക്കോട്ടേക്ക് എടുത്തു. ദെൻ എവരി വൺ ടംബിൾഡ് ഔട്ട് ഓഫ് ദി ബസ്. ടംബിൾഡ് ഔട്ട് എന്ന് വെച്ചാൽ തെറിച്ച് വീണ് പുറത്തേക്ക് പോയി. ദേ കുഡ് ടെൽ ഇറ്റ് വുഡ് ബി ടേക്ക് ഡേയ്സ് ടു ക്ലിയർ ദ റോഡ്. അപ്പോൾ അവർ പറഞ്ഞു കുറച്ച് ദിവസം എടുക്കും ഈ റോഡൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി. മോസ്റ്റ് ഓഫ് ദ പാസഞ്ചേഴ്സ് ഡിസൈഡ് ടു റിട്ടേൺ ടു നെയിൻ വിത്ത് ദ ബസ്. അപ്പോൾ കൂടുതൽ യാത്രക്കാരും തിരിച്ചു പോകാൻ തന്നെ തീരുമാനിച്ചു. ബട്ട് എ ഫ്യൂ ബോൾഡ് സ്പിരിറ്റ്സ് അഗ്രീഡ് ടു വാക്ക് ടു മസൂരി. പക്ഷെ കുറച്ച് ബോൾഡായിട്ടുള്ള ആൾക്കാർ പറഞ്ഞു നമുക്ക് മസൂരിയിലേക്ക് നടന്നു പോകാം. ടേക്കിംഗ് എ ഷോർട്ട് കട്ട് അപ്പ് ദ മൗണ്ടെയിൻ വിച്ച് വുഡ് ബൈപേഴ്സ് ദ ലാൻഡ് സ്ലൈഡ്. അപ്പോൾ ലാൻഡ് സ്ലൈഡിന് തൊട്ടടുത്ത് ഉള്ള മൗണ്ടെയിനിലൂടെ നടന്നിട്ട് മസൂരിയിലേക്ക് പോകാൻ ചില ആൾക്കാർ തീരുമാനിച്ചു. മണി ലുക്ക്ഡ് അറ്റ് ഗ്രാനി. ഷാൽ വി ഗോ ബാക്ക്? അപ്പോൾ മണി ഗ്രാനിയോട് ചോദിച്ചു നമുക്ക് തിരിച്ചു പോയാലോ? ഇറ്റ്സ് ഓൺലി 10 miles സെഡ് ഗ്രാനി. വി ഡിഡ് ദാറ്റ് യെസ്റ്റർഡേ. അപ്പോൾ ഗ്രാനി പറഞ്ഞു ഒരു 10 miles കൂടിയല്ലേ ഉള്ളൂ, അപ്പോൾ മുന്നോട്ടേക്ക് തന്നെ പോകാമെന്നുള്ള രീതിയിലായിരുന്നു ഗ്രാനി നിന്നത്. സോ ദേ സ്റ്റാർട്ടഡ് ക്ലൈംബിങ് എ നാരോ പാത്ത്. അപ്പോൾ ഒരു ഇടുങ്ങിയ വഴിയിലൂടെ അവർ യാത്ര ആരംഭിച്ചു. ആൻഡ് ബൈ ദ ടൈം ദേ ഗോട്ട്
to the top of the mountain. Granny and Mani were on their own. Their village was hidden by the range to the north. Far below rushed the river. Far above circled a golden eagle. ഡിഡ് യു ബ്രിങ് എനി ഫുഡ് ഫ്രം അങ്കിൾസ് ഹൗസ് ആസ്ക്ഡ് മണി. അപ്പോൾ മണി ചോദിച്ചു, അങ്കിളുടെ വീട്ടിൽ നിങ്ങൾ ഗ്രാനി എന്തെങ്കിലും ഫുഡ് എടുത്തിട്ടുണ്ടോ? നാച്ചുറലി സെഡ് ഗ്രാനി, ഐ ന്യൂ യു ഹാഡ് സൂൺ ബി ഹംഗ്രി. എനിക്കറിയാം നിനക്ക് വിശക്കുമെന്ന്. ദർ ആർ പക്കോരാസ് ആൻഡ് ബൺസ് ആൻഡ് പീച്ചസ് ഫ്രം അങ്കിൾസ് ഗാർഡൻ. അപ്പോൾ അങ്കിളിൻ്റെ ഗാർഡനിൽ നിന്ന് പീച്ചസും അതുപോലെ പക്കോരയും ബൺസും ഒക്കെ ഗ്രാനി എടുത്തിട്ടുണ്ടായിരുന്നു. ഗുഡ് സെഡ് മണി ഫോർഗെറ്റിംഗ് ഹിസ് ടയേർഡ്നെസ്. വി വിൽ ഈറ്റ് ആസ് വി ഗോ എലോങ്. അപ്പോൾ മണി പറഞ്ഞു ഫുഡ് എടുത്തത് എന്തായാലും നന്നായി. എന്നിട്ട് അവൻ പറഞ്ഞു നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ടെത്തുമ്പോഴേക്ക് ഫുഡ് കഴിക്കാമെന്ന്. വി വിൽ സ്റ്റോപ്പ് വെൻ യു ആർ ടയേർഡ് ഗ്രാനി. ഓ ഐ ക്യാൻ വാക്ക് ഫോർ അവർ സെഡ് ഗ്രാനി. അപ്പോൾ മണി പറഞ്ഞു ഗ്രാനി ടയേർഡായ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, കുറച്ച് നേരം വിശ്രമിക്കാൻ. അപ്പോൾ ഗ്രാനി പറഞ്ഞു ഗ്രാനിക്ക് അങ്ങനത്തെ തളർച്ചയൊന്നുമില്ല, എനിക്ക് കുറേ ദൂരം നടക്കാൻ പറ്റും. ബട്ട് നോട്ട് ഇഫ് ഇറ്റ്സ് റെയിനിങ്, ദിസ് അംബ്രല്ല ലീക്സ് ബാഡ്ലി. അപ്പോൾ ഗ്രാനി പറഞ്ഞത് എനിക്ക് എത്ര ദൂരം വേണമെങ്കിൽ നടക്കാം, പക്ഷെങ്കിൽ മഴ പെയ്യാണ്ടിരുന്നാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ കുടയ്ക്ക് കുറച്ച് ഓട്ടകളൊക്കെ ഉണ്ട്. ഡൗൺ അഗെയിൻ ദേ വെൻറ്റ് ആൻഡ് അപ്പ് ദ നെക്സ്റ്റ് മൗണ്ടെയിൻ. അങ്ങനെ അവർ നടന്ന് അടുത്ത മലയും കയറാൻ തുടങ്ങി. ആൻഡ് ഓവർ ബെയർ വിൻഡ് സെപ്റ്റ് ഹിൽ സൈഡ്സ് ആൻഡ് അപ്പ് ത്രൂ എ ഡാർക്ക് ഗ്ലൂമി ഡിയോഡർ ഫോറസ്റ്റ്. ഡിയോഡർ എന്ന് വെച്ചാൽ ദേവദാരു. അപ്പോൾ ദേവദാരു ഫോറസ്റ്റിലൂടെ കാറ്റ് അപ്പോഴും വീശുന്നുണ്ടായിരുന്നു. ആൻഡ് ദെൻ ജസ്റ്റ് ആസ് ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക് ദേ സോ ദ ലൈറ്റ്സ് ഓഫ് മസൂരി ട്വിങ്ക്ലിംഗ് അഹെഡ് ഓഫ് ദം. അപ്പോൾ നേരം ഇരുട്ടുന്നതോടെ അവർ മസൂരിയുടെ ലൈറ്റ്സ് ദൂരെ കാണാൻ തുടങ്ങി. ആസ് ദേ കെയിം നിയറർ ദ ലൈറ്റ്സ് ഇൻക്രീസ്ഡ് അൺടിൽ പ്രസന്റ്ലി ദേ വർ ഇൻ എ ബ്രൈറ്റ്ലി ലിറ്റ് ബസാർ. അങ്ങനെ അവർ നടന്ന് അടുക്കും തോറും ലൈറ്റ്സ് കൂടാൻ തുടങ്ങി. അതുപോലെ അവർ ഒരു ചെറിയ ബസാറിൽ അങ്ങാടിയിലെത്തി. ജോസ്ലിഡ് ഇൻ ദ ക്രൗഡ്. അങ്ങാടിയിലാകട്ടെ നല്ല തിക്കും തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഗ്രാനി കെപ്റ്റ് വൺ ഹാൻഡ് ഫോംലി ഓൺ മണീസ് ഷോൾഡർ സോ ദാറ്റ് ഷീ ഡിഡ് നോട്ട് ലോസ് ഹിം. അപ്പോൾ തിരക്കുള്ളത് കൊണ്ട് തന്നെ ഗ്രാനി ഒരു കൈയെടുത്ത് മണീൻ്റെ ഷോൾഡർ വെച്ചു. അങ്ങനെയാണെങ്കിൽ മണീനെ നഷ്ടപ്പെടൂലാലോ എന്ന് വിചാരിച്ചിട്ട്. ദേ ആസ്ക്ഡ് അറൗണ്ട് ഫോർ ദ ചീപ്പസ്റ്റ് ഹോട്ടൽ. അപ്പോൾ എല്ലാവരും ചോദിച്ചു അവിടെ ഏറ്റവും ചീപ്പായിട്ടുള്ള ഹോട്ടൽ ഏതാണ്. ബട്ട് ദർ വർ നോ ചീപ്പ് ഹോട്ടൽ. പക്ഷെ അവിടെ ചീപ്പ് ഹോട്ടൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ദേ സ്പെൻഡ് ദ നൈറ്റ് ഇൻ എ ധർമ്മശാല അഡ്ജോയിനിങ് ദ ടെമ്പിൾ. അതുകൊണ്ട് തന്നെ അവർ ടെമ്പിളിനടുത്തുള്ള അതായത് അമ്പലത്തിനടുത്തുള്ള ഒരു ധർമ്മശാലയിലായിരുന്നു അന്ന് രാത്രി ചിലവഴിച്ചിരുന്നത്. നെക്സ്റ്റ് മോർണിംഗ് അറ്റ് ഐ ഹോസ്പിറ്റൽ ദേ ജോയിൻഡ് എ ലോങ് ക്യൂ ഓഫ് പേഷ്യൻസ്. അപ്പോൾ പേഷ്യൻ്റ് എന്ന് വെച്ചാൽ ക്ഷമയുള്ള. അപ്പോൾ ക്ഷമയുള്ള ഒരുപാട് പേഷ്യൻസ് ഉള്ള ഒരു നീണ്ട ക്യൂ ഐ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. ദ ഐ സ്പെഷ്യലിസ്റ്റ് എ പോർട്ട്ലി മാൻ ഇൻ എ സ്യൂട്ട് ആൻഡ് ടൈ ഡീൽ വിത്ത് ദ പേഷ്യൻസ് ഇൻ എ ബ്രിസ്ക് ബട്ട് കൈൻഡ് മാനർ. അപ്പോൾ ഐ സ്പെഷ്യലിസ്റ്റ് ആണെങ്കിൽ പോട്ട്ലീൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഒരു തടിച്ച സ്യൂട്ടും ടൈയും ഒക്കെ ഇട്ട ഒരു ആളായിരുന്നു ഐ സ്പെഷ്യലിസ്റ്റ്. അയാൾ ഗൗരവത്തോടെയാണ് രോഗികളെ നോക്കിയിരുന്നത്. പക്ഷെങ്കിൽ ഒരു ദയാലുവായിരുന്നു. ആഫ്റ്റർ ആൻ അവേഴ്സ് വെയിറ്റ് ഗ്രാനീസ് ടേൺ കൈം. അപ്പോൾ 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്ത ശേഷമാണ് അവർ ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുന്നത്. ദ ഡോക്ടർ took one horrified look at Granny's glasses and dropped them in a വേസ്റ്റ് ബാസ്ക്കറ്റ്. ഡോക്ടർ ഗ്രാനിയുടെ കണ്ണടയിലേക്ക് ഒരു പേടിപ്പെടുത്തുന്ന ഒരു നോട്ടം നോക്കി വേഗം അത് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഡ്രോപ്പ് ചെയ്തു. ദെൻ ഹി ഫിഷ്ഡ് ദം ഔട്ട് ആൻഡ് പ്ലേസ്ഡ് ദം ഓൺ ഹിസ് ഡെസ്ക് ആൻഡ് സെഡ്. അതിനുശേഷം വേഗം അതെടുത്തു, ബാസ്ക്കറ്റിൽ നിന്ന് എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ഡെസ്കിൽ വെച്ചു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഓൺ സെക്കൻഡ് തോട്ട് ഐ തിങ്ക് ഐ വിൽ സെൻഡ് ദം ടു എ മ്യൂസിയം. ഞാൻ രണ്ടാമത് ചിന്തിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ഈ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടുന്നതിന് പകരം ഇത് ഞാനൊരു മ്യൂസിയത്തിൽ കൊണ്ടുവയ്ക്കണമായിരുന്നു എന്ന് ഡോക്ടർക്ക് തോന്നി. യു ഷുഡ് ഹാവ് ചേഞ്ച് യുവർ ഗ്ലാസസ് ഇയേഴ്സ് അഗോ. അപ്പോൾ നിങ്ങൾ കുറേ കാലങ്ങളായി എത്രയോ കൊല്ലങ്ങളായി നിങ്ങൾ ഈ ഗ്ലാസ് മാറ്റിയിട്ടില്ല. ദേ ഹാവ് പ്രോബബ്ലി ഡൺ മോർ ദൻ ഹാം ദെൻ ഗുഡ്. അപ്പോൾ ഇത് നല്ലതിനേക്കാൾ നിങ്ങൾക്ക് വളരെ ദോഷമാണ് ചെയ്യുന്നതെന്ന് ഡോക്ടർ പറഞ്ഞു കൊടുത്തു. ഹി എക്സാമിൻഡ് ഗ്രാനീസ് ഐസ് ആൻഡ് സെഡ്, യുവർ ഐസ് ആർ വെരി വീക്ക് ബട്ട് യു ആർ നോട്ട് ഗോയിങ് ബ്ലൈൻഡ്. വി വിൽ ഫിറ്റ് യു അപ്പ് വിത്ത് എ സ്ട്രോങ്ങർ പെയർ ഓഫ് ഗ്ലാസസ്. അങ്ങനെ ഡോക്ടർ ഗ്രാനിയുടെ കണ്ണൊക്കെ പരിശോധിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഐസ് വളരെ വീക്കാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ബ്ലൈൻഡ് ഒന്നും ആകാൻ പോകുന്നില്ല, നിങ്ങൾക്ക് കണ്ണ് കാണാതെ ഒന്നും ആകാൻ പോകുന്നില്ല. നമ്മൾ ഫിറ്റായിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് കണ്ണട ഞങ്ങൾ വാങ്ങിത്തരാം, അതിനായി എഴുതി തരാമെന്ന് ഡോക്ടർ പറഞ്ഞു. Then he placed her in front of a board covered with letters in English and Hindi, large and small, and asked Granny if she could make them out.
ഇതിനുശേഷം ഡോക്ടർ ഗ്രാനിയെ ഒരു ബോർഡിൻ്റെ മുന്നിലിരുത്തി. ആ ബോർഡിലാണെങ്കിൽ കുറേ ലെറ്റേഴ്സ് ഉണ്ടായിരുന്നു, ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ എഴുതിയിരുന്ന കുറേ ലെറ്റേഴ്സ്. അതും ഓരോ ലെറ്റേഴ്സ് ഓരോ വലുപ്പമായിരുന്നു. ചിലത് വലിയ ലെറ്റേഴ്സ് ഉണ്ടായിരുന്നു, ചിലത് ചെറിയ ലെറ്റേഴ്സ് ഉണ്ടായിരുന്നു. അതായത് ഗ്രാനിയുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി പരിശോധിക്കാൻ വേണ്ടിയായിരുന്നു ആ ബോർഡ് ഉണ്ടായിരുന്നത്. ആൻഡ് ആസ്ക് ഗ്രാനി ഇഫ് ഷീ കുഡ് മേക്ക് ദം ഔട്ട്. ഇത് ഗ്രാനിയോട് ചോദിച്ചു, ഇതിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ, ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഐ കാൺട്ട് ഈവൻ സീ ദ ബോർഡ് സെറ്റ് ഗ്രാനി. അപ്പോൾ ഗ്രാനിക്ക് ഒന്നും കാണാൻ പറ്റിയിരുന്നില്ല. വെൽ ക്യാൻ യു സീ മീ ആസ്ക് ഡോക്ടർ. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, എന്നെ കാണാൻ കഴിയുന്നുണ്ടോ? സം ഓഫ് യു സെറ്റ് ഗ്രാനി. കുറച്ചൊക്കെ കാണാം, ഗ്രാനി പറഞ്ഞു. ഐ വാണ്ട് യു ടു സീ ഓൾ ഓഫ് മീ സെറ്റ് ദ ഡോക്ടർ. പക്ഷെ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ മുഴുവനായിട്ടും എന്നെ കാണണം. ആൻഡ് ഹി ബാലൻസ്ഡ് എ വയർ ഫ്രെയിം ഓൺ ഗ്രാനീസ് നോസ് ആൻഡ് ബിഗൻ ട്രൈയിങ് ഔട്ട് ഡിഫറെൻറ്റ് ലെൻസസ്. അപ്പോൾ ഡോക്ടർ എന്താക്കി, ഗ്രാനിയുടെ നോസിൽ ഒരു വയർ ഫ്രെയിം വെച്ചു. എന്നിട്ട് അതിൽ ഓരോ ലെൻസ് ഇട്ട് നോക്കി. എന്നിട്ട് ഗ്രാനിക്ക് ഏത് ലെൻസ് വെക്കുമ്പോഴാണ് കൂടുതൽ കാഴ്ച കിട്ടുന്നത് എന്ന് ടെസ്റ്റ് ചെയ്തു. സഡൻലി ഗ്രാനി കുഡ് സീ മച്ച് ബെറ്റർ. അങ്ങനെ ഗ്രാനിക്ക് ബെറ്റർ ആയിട്ട് കാണാൻ സാധിച്ചു. ഷീ സോ ദ ബോർഡ് ആൻഡ് ദ ബിഗ്ഗസ്റ്റ് ലെറ്റേഴ്സ് ഓൺ ഇറ്റ്. അപ്പോൾ ബോർഡും കണ്ടു, അതിലെ ബിഗ്ഗസ്റ്റ് ലെറ്റേഴ്സും കണ്ടു. ക്യാൻ യു സീ മീ നൗ? ഇപ്പോൾ എന്നെ കാണാൻ പറ്റുമോ? ഡോക്ടർ ചോദിച്ചു. മോസ്റ്റ് ഓഫ് യു, കുറേയൊക്കെ കാണാൻ പറ്റുന്നു, ഗ്രാനി സെഡ്. ആൻഡ് ദെൻ ആഡഡ് ബൈ way of being helpful, there is quite a lot of you to see. Thank you, said the doctor. And now turn around and tell me if you can see your grandson. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഇനി തിരിഞ്ഞു നോക്കിയിട്ട് നിങ്ങളുടെ ഗ്രാൻഡ് സണ്ണിനെ നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഗ്രാനി ടേൺഡ് ആൻഡ് സോ മണി ക്ലിയർലി ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മെനി ഇയേഴ്സ്. അപ്പോൾ ഗ്രാനി തിരിഞ്ഞിട്ട് മണീനെ കുറേ കൊല്ലങ്ങളായി നല്ലപോലെ ക്ലിയർ ആയിട്ട് ഗ്രാനി ഇപ്പോഴാണ് കാണുന്നത്, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം. അവർ ഒരുപാട് വർഷമായി ഈ പഴയ കണ്ണാടി യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മണിയെ പോലും അവർ ക്ലിയർ ആയിട്ട് കുറേ കൊല്ലങ്ങളായി കണ്ടിട്ടില്ലായിരുന്നു. മണി, ഷീ എക്സ്ക്ലൈംഡ്. അപ്പോൾ അവർ സന്തോഷത്തോടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടെ മണിയെ വിളിച്ചു. ക്ലാപ്പിംഗ് ഹെർ ഹാൻഡ്സ് വിത്ത് ജോയ്. അപ്പോൾ സന്തോഷം കൊണ്ട് അവർ കൈയടിക്കുന്നുണ്ടായിരുന്നു. ഹൗ നൈസ് യു ലുക്ക്, വാട്ട് എ ഫൈൻ ബോയ് ഐ ഹാവ് ബോട്ട് അപ്പ്. അപ്പോൾ ഗ്രാനി പറഞ്ഞു, മണി നീ എത്ര സുന്ദരമായിരിക്കുന്നു, നീ എന്തൊരു നല്ല മോനെയാണ് ഞാൻ വളർത്തിയെടുത്തത്. ഇപ്പോഴാണ് ഇത്രയും കാലമായിട്ട് മണിയെ ക്ലിയർ ആയിട്ട് ഗ്രാനി കണ്ടത്. ബട്ട് യു ഡു നീഡ് എ ഹെയർ കട്ട്. പക്ഷെ നിനക്കൊരു ഹെയർ കട്ട് ആവശ്യമാണ്. എൻ്റെ ഒരു വാഷും. ആൻഡ് ബട്ടൺസ് ഓൺ യുവർ ഷർട്ടിൽ ഒരു ബട്ടൺസ് വേണം. എൻ്റെ ന്യൂ പെയർ ഓഫ് ഷൂസ്, ഒരു പുതിയ ഷൂസ് വേണം. കം അലോങ് ടു ദ ബസാർ, വാ എൻ്റെ കൂടെ അങ്ങോട്ടിലേക്ക് വാ. അപ്പോൾ ഈ ഒരുപാട് കാലത്തിന് ശേഷം ക്ലിയർ ആയി കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റ് ഗ്രാനിയുടെ സംസാരത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഫസ്റ്റ് ഹാവ് യുവർ ന്യൂ ഗ്ലാസസ് മെയ്ഡ് സെഡ് മണി. അപ്പോൾ മണി പറഞ്ഞു, ആദ്യം അമ്മമ്മയുടെ കണ്ണാടി ആദ്യം വാങ്ങിയിട്ട് എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം, എന്നിട്ട് നമുക്ക് ഷോപ്പിംഗ് ചെയ്യാമെന്ന് പറഞ്ഞു. എ ഡേ ലേറ്റർ ദേ വർ ഇൻ എ ബസ് അഗെയിൻ. അപ്പോൾ ഒരു ദിവസത്തിന് ശേഷം അവർ പിന്നെയും ബസ്സിൽ കയറി. ഗ്രാനി ഹാഡ് എ വിൻഡോ സീറ്റ് ആൻഡ് മണി സാറ്റ് ബിസൈഡ് ഹെർ. അപ്പോൾ ഗ്രാനിയാണ് വിൻഡോ സീറ്റിൽ ഇരുന്നത്. ഹി ഹാഡ് ന്യൂ ഷൂസ് ആൻഡ് ഗ്രാനി ഹാഡ് എ ന്യൂ അംബ്രല ആൻഡ് ദേ ഹാഡ് ഓൾസോ ബോട്ട് ദ തൈ വുളൻ ടിബറ്റൻ പുള്ളോവർ ഫോർ മണീസ് ഫാദർ ആൻഡ് സീഡ്സ് ആൻഡ് ബൾബ്സ് ആൻഡ് കൗബോർഡ്. അപ്പോൾ ഇപ്പോൾ അവരെന്ന് വെച്ചാൽ അവർ അവിടെ നിന്ന് മസൂരിയിൽ നിന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിക്കുന്ന ആ ഒരു സന്ദർഭമാണ് പറയുന്നത്. ബസ്സിൽ കയറി ഗ്രാനി സൈഡ് സീറ്റിൽ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അവർ മസൂരിയിൽ നിന്ന് കുറേ സാധനങ്ങൾ വാങ്ങാൻ ഉദ്ദേശിച്ചിരുന്നു, നമ്മുടെ സ്റ്റോറിയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ആ സാധനങ്ങളൊക്കെ അവർ വാങ്ങിയിരുന്നു. എന്തൊക്കെയാണ് വാങ്ങിയെന്ന് വെച്ചാൽ മണിക്കൊരു ഷൂ, അതുപോലെ ഗ്രാനിക്കൊരു പുതിയ അംബ്രല വാങ്ങിയിട്ടുണ്ട്, മണിയുടെ ഫാദറിന് ടിബറ്റൻ പുള്ളോവർ കമ്പിളി പുതപ്പ് വാങ്ങിയിട്ടുണ്ട്, അതുപോലെ അവർ കുറച്ച് സീഡ്സ്, ബൾബ്, അതുപോലെ കൗബെൽ എല്ലാം വാങ്ങിയിട്ടുണ്ട്. എസ് ദ ബസ് മൂവ്ഡ് ഓഫ് ഗ്രാനി ലുക്ക്ഡ് ഈഗേർലി ഔട്ട് ഓഫ് ദ വിൻഡോ. അപ്പോൾ ബസ് മൂവ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഗ്രാനി പുറത്തേക്ക് നോക്കി വിൻഡോയിലൂടെ. ഷീ കുഡ് സീ മെനി തിങ്സ് ദാറ്റ് ഷീ ഹാഡിൻ സീൻ ഫോർ എ ലോങ് ടൈം. അപ്പോൾ ഒരുപാട് കാലം അവർ കാണാതിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ പുതിയ കണ്ണട വെച്ചപ്പോൾ അവർക്ക് കാണാൻ കഴിഞ്ഞു. ഡിസ്റ്റൻറ്റ് വില്ലേജസ്, പീപ്പിൾ വർക്കിംഗ് ഇൻ ദ ഫീൽഡ്. അപ്പോൾ പലതരത്തിലുള്ള വില്ലേജുകളും അതുപോലെ പാടങ്ങൾ പണിയെടുക്കുന്ന ആൾക്കാരെയും, മിൽക്ക് മെൻ ഓൺ ദ റോഡിലെ പാൽക്കാരനെയും, 2 dogs റഷിങ് അലോങ് ബിസൈഡ് ദ ബസ്സിന് പുറകെ ഓടുന്ന 2 ഡോഗിനെ കാണാൻ പറ്റി. മങ്കീസ് ഇൻ എ ട്രീസ്, മരത്തിലെ കുരങ്ങന്മാരെയും. ആൻഡ് മോസ്റ്റ് വണ്ടർഫുൾ ഓഫ് ഓൾ, ഇതിൽ നിന്നെല്ലാം മനോഹരമായ എ റെയിൻബോ ഇൻ ദ സ്കൈ, ആകാശത്തിലെ മഴവില്ല് ഗ്രാനി ഒരുപാട് കാലത്തിന് ശേഷം കണ്ടു. ഷീ കുഡൻ സീ പെർഫെക്റ്റ്ലി, ഓഫ് കോഴ്സ് അവർക്ക് എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് കാണാൻ പറ്റില്ല. ബട്ട് ഷി വാസ് വെരി പ്ലീസ്ഡ് വിത്ത് ദ ഇംപ്രൂവ്മെൻറ്റ്. പക്ഷെ ആ ഇംപ്രൂവ്മെൻറ്റിൽ അവർ വളരെയധികം സന്തോഷിച്ചിരുന്നു. കാരണം ഒരുപാട് കൊല്ലങ്ങളായി അവർക്ക് ഈ സാധനങ്ങളൊന്നും കാണാൻ പറ്റിയിരുന്നില്ല, അവർക്ക് ആസ്വദിക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഗ്രാനി ഭയങ്കര സന്തോഷവതിയായിരുന്നു.
മണി വാച്ച്ഡ് ഫോർ എ ടൈം ആൻഡ് ലിസൺ ടു ഹെർ എക്സൈറ്റഡ് ചാറ്റർ. അപ്പോൾ മണി ഇങ്ങനെ ഗ്രാനിയെ നോക്കുമായിരുന്നു. ഗ്രാനിയെ പറയുന്ന കാര്യങ്ങളും അതൊക്കെ അവരുടെ എക്സൈറ്റ്മെൻറ്റും അവർ പറയുന്ന സംഭവങ്ങളൊക്കെ മണി ഇങ്ങനെ കേട്ടിരിക്കുകയായിരുന്നു. അതൊരു നല്ല ക്വാളിറ്റിയാണ്. നമ്മളിപ്പോൾ വേറൊരാൾ പറയുമ്പോൾ അവരെ നമ്മൾ കേൾക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ക്വാളിറ്റിയാണ്. അത് രണ്ടുപേർക്കും സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ദെൻ ഹിസ് ഹെഡ് ബിഗാൻ ടു നോഡ്. അങ്ങനെ അവരിങ്ങനെ ഗ്രാനി ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ മണി ഇങ്ങനെ തലയാട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു, സമ്മതിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇറ്റ് ഡ്രോപ്പ്ഡ് അഗെയിൻസ്റ്റ് ഗ്രാനീസ് ഷോൾഡർ ആൻഡ് റിമൈൻഡ് ദർ കംഫർട്ടബിളി സപ്പോർട്ടഡ്. അങ്ങനെ അത് കേട്ട് എന്താക്കി മണി ഗ്രാനിയുടെ ഷോൾഡറിൽ കിടന്നു. അപ്പോൾ ചാറ്ററിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇടവിടാതെ സംസാരിക്കുക എന്നതാണ്. അതുപോലെ അടുത്ത സെൻറ്റൻസ് നോക്കാം. ദ ബസ് സ്വേർവ്ഡ് ആൻഡ് ജോൾട്ടഡ് അലോങ് വിൻഡിങ് മൗണ്ടെയിൻ റോഡ് ബട്ട് മണി വാസ് ഫാസ്റ്റ് എസ്ലീപ്. സേർവ്ഡ് എന്ന് പറയുന്നത് തിരിയുക എന്നാണ് അതിൻ്റെ മീനിങ്. അതുപോലെ ചോട്ടഡ് എന്ന് പറയുന്നത് കുലുങ്ങുക. അപ്പോൾ ബസ് തിരിയുകയും കുലുങ്ങുകയോ അങ്ങനെ ശബ്ദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ മണിയാണെങ്കിൽ ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്. അപ്പോൾ ഇതിലെ ഗ്രാൻഡ് മദറും മണിയും തമ്മിലുള്ള ബോണ്ട്, അതുപോലെ തന്നെ ഒരു ഗ്രാമത്തിൻ്റെ മനോഹാരിത, അതുപോലെ ഒരു പ്രകൃതി ദുരന്തം അതായത് മണ്ണിടിച്ചിലെ കുറിച്ചും ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വരും. താങ്ക്സ് ഫോർ വാച്ചിങ്.